ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു PSC ആസ്പിരൻറ്റ് വിത്ത് SCRT. പുതിയ സിലബസ് പ്രകാരമുള്ള 10ാം ക്ലാസ്സിലെ ജോഗ്രഫി യൂണിറ്റ് 1 ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്നതിലെ പാർട്ട് 2 ക്ലാസ് ആണിത്. പാർട്ട് 1-ൽ അവസാനിപ്പിച്ചത് നമ്മൾ താപവിതരണത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണ് എന്നതിലെ അക്ഷാംശീയ സ്ഥാനത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അക്ഷാംശീയ സ്ഥാനങ്ങൾക്കനുസരിച്ച് താപീയ മേഖലകൾ വിവിധങ്ങളായി തിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് ഓരോ കിലോമീറ്റർ ഉയരത്തിനും 6.4 ഡിഗ്രി സെൽഷ്യസ് എന്ന തോതിൽ അന്തരീക്ഷ താപനില കുറഞ്ഞു വരുന്ന പ്രതിഭാസത്തെ ക്രമമായ താപനഷ്ട നിരക്ക് എന്ന് പറയുന്നു. ഇവിടെ വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് പറയാനുള്ളത് കരയും കടലും വ്യത്യസ്തമായി ചൂട് പിടിക്കുന്നത്. ധ്രുവോപരിതലത്തെ അപേക്ഷിച്ച് കരവേഗം ചൂടാകുകയും തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടുതന്നെ സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗങ്ങളിൽ ഉഷ്ണകാല അന്തരീക്ഷതാപം വളരെ കൂടുതലും ശൈത്യകാല അന്തരീക്ഷതാപം വളരെ കുറവുമായിരിക്കും. കര എന്ന് പറയുന്നത് മണൽ പെട്ടെന്ന് ചൂടാകുന്നു, പെട്ടെന്ന് തണുക്കുകയും ചെയ്യുന്നു. അതേസമയം കടൽ എന്ന് പറയുന്നത് സാവധാനമാണ് ചൂടാവുക, അതുപോലെ തന്നെ സാവധാനത്തിൽ തന്നെയാണ് അത് തണുക്കുകയും ചെയ്യുന്നത്. ഇവിടെ മനസ്സിലാക്കേണ്ടത് കരവേഗം ചൂടാകുന്നത് കൊണ്ട് സമുദ്രത്തെ അപേക്ഷിച്ച് കരഭാഗത്ത് ഉഷ്ണകാല അന്തരീക്ഷ താപം കൂടുതലും ശൈത്യകാലത്ത് വളരെ കുറവുമായിരിക്കും. അപ്പോൾ പെട്ടെന്ന് ചൂടാവും. അപ്പോൾ ചൂടുകാലത്ത് ഉഷ്ണകാലത്ത് എന്തായിരിക്കും, അന്തരീക്ഷ താപം കൂടുതലും, തണുത്ത കാലാവസ്ഥയിൽ ശൈത്യകാലത്ത് ചൂട് കുറവും ആയിരിക്കും, അഥവാ അന്തരീക്ഷ താപം കുറവും ആയിരിക്കും. സമുദ്രത്തിൽ നിന്നുള്ള അകലം. സമുദ്രതീര പ്രദേശങ്ങളിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ചും വീശുന്ന കാറ്റുകൾ താപനില മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സമുദ്രങ്ങളുടെ അല്ലെങ്കിൽ കടലിൻ്റെ അടുത്തുള്ള പ്രദേശങ്ങളിൽ സമതാപമായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് മിതമായി നിലനിർത്താൻ സമുദ്രങ്ങളിൽ നിന്നുള്ള കാറ്റുകൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. അതായത് കടലിൽ നിന്ന് കരയിലേക്കും കരയിൽ നിന്ന് കടലിലേക്കും വീശുന്ന കാറ്റുകൾ സമുദ്ര തീരപ്രദേശങ്ങളിൽ ചൂടിനെ മിതമായി നിലനിർത്താൻ സഹായിക്കുന്നു. എന്നാൽ സമുദ്രത്തിൽ നിന്ന് അകലും തോറും ഈ സമുദ്ര സ്വാധീനം കുറഞ്ഞു വരുന്നതിനാൽ പകൽ താപം വളരെ ഉയരുന്നതിനും രാത്രി താപം വളരെ കുറയുന്നതിനും കാരണമാകുന്നു. ഇവിടെ ഒരു ഭൂപടം കൊടുത്തിട്ടുണ്ട്. ഈ ഭൂപടത്തിൽ A, B എന്നിങ്ങനെ അടയാളപ്പെടുത്തി നൽകിയിട്ടുള്ള സ്ഥലങ്ങളിൽ എവിടെയായിരിക്കും ദൈനിക താപാന്തരം കൂടുതൽ, എന്തുകൊണ്ട്? അപ്പോൾ നമ്മൾ ദൈനിക താപാന്തരം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. ഒരു പ്രദേശത്ത് അനുഭവപ്പെട്ടിട്ടുള്ള ഏറ്റവും കൂടുതൽ താപനിലയിൽ നിന്നും ഏറ്റവും കുറഞ്ഞ താപനില കുറച്ചാൽ കിട്ടുന്നതാണ് ദൈനിക താപാന്തരം എന്ന് പറയുന്നത്. ഇവിടെ നമ്മളൊരു പോയിന്റ് ശ്രദ്ധിക്കാം. വളരെ ഉയർന്ന താപനില പകലും അതേപോലെ തന്നെ വളരെ കുറഞ്ഞ താപനില രാത്രിയും അനുഭവപ്പെടുന്നു. എവിടെയുള്ള സ്ഥലങ്ങളിൽ? തീരപ്രദേശത്ത് നിന്നും വളരെ അകലെയുള്ള സ്ഥലങ്ങളിൽ. അപ്പോൾ ഇവിടെ എവിടെയായിരിക്കും, A ആയിരിക്കോ B ആയിരിക്കോ ഏറ്റവും കൂടുതൽ ദൈനിക താപാന്തരം അനുഭവപ്പെടുന്ന സ്ഥലം എന്ന് പറയുന്നത്? എവിടെയായിരിക്കും ഏറ്റവും കൂടുതൽ ദൈനിക താപാന്തരം അനുഭവപ്പെടുക? B എന്ന സ്ഥലത്തായിരിക്കും. കാരണം എന്തുകൊണ്ടാണ്? തീരപ്രദേശത്ത് നിന്ന് കുറച്ചും കൂടി അകലെയുള്ള സ്ഥലം ആണ് ഏത്? B എന്ന് പറയുന്നത്. A എന്ന് കാണിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ്? മഹാരാഷ്ട്രയ്ക്ക് അടുത്താണ്. ഈ സ്ഥലം ഏതിനോട് അടുത്താണ്? അറബിക്കടലിനോട് അടുത്താണ്. അപ്പോൾ അവിടെ എന്താണ്, ദൈനിക താപാന്തരം വലിയ വ്യത്യാസമൊന്നും ഉണ്ടായിരിക്കില്ല. പക്ഷെ B എന്ന് പറയുന്ന സ്ഥലം തീരപ്രദേശത്ത് നിന്ന് കുറച്ച് അകലത്താണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് B അടയാളപ്പെടുത്തിയിട്ടുള്ള സ്ഥലത്ത് ദൈനിക താപാന്തരം കൂടുതൽ ആയിരിക്കും. B എന്ന് പറയുന്ന സ്ഥലം ഛത്തീസ്ഗഡിനും മധ്യപ്രദേശിൻ്റെ ഒരു ബോർഡർ ആയിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് കിഴക്കൻ തീരപ്രദേശം അഥവാ ബംഗാൾ ഉൾക്കടലിൽ നിന്നും കുറച്ച് അകലെയാണ്. അപ്പോൾ തീരപ്രദേശത്ത് നിന്നും അകലും തോറും എന്തായിരിക്കും, പകല് നല്ല ചൂടും അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ചൂട് കുറവുമായിരിക്കും. അപ്പോൾ ഇവിടെ ദൈനിക താപാന്തരം കൂടുതലായിരിക്കും എന്ന് ഓർത്തുവെക്കാം. അടുത്ത ഭാഗം സമുദ്രജല പ്രവാഹങ്ങൾ. ഉഷ്ണജല പ്രവാഹങ്ങളും ശീതജല പ്രവാഹങ്ങളും കടന്നു പോകുന്ന തീരപ്രദേശങ്ങളിലെ അന്തരീക്ഷ താപനില യഥാക്രമം കൂടുകയും കുറയുകയും ചെയ്യുന്നു. ഉദാഹരണത്തിന്
ഉഷ്ണജലപ്രവാഹമായ ഉത്തര അറ്റ്ലാന്റിക് പ്രവാഹം യൂറോപ്പിൻ്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങൾക്ക് കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുമ്പോൾ അതേ അക്ഷാംശത്തിൽ സ്ഥിതി ചെയ്യുന്ന കാനഡയുടെ വടക്ക് കിഴക്കൻ തീരങ്ങൾ ലാബ്രഡോർ ക്ഷീരജല പ്രവാഹത്തിൻ്റെ സ്വാധീനത്താൽ മാസങ്ങളോളം കൊടും തണുപ്പിൽ അമരുന്നു. അപ്പോൾ നമ്മളിവിടെ എന്താണ് സമുദ്രജല പ്രവാഹങ്ങളെന്നും ഉഷ്ണജല പ്രവാഹങ്ങളെന്നും ക്ഷീരജല പ്രവാഹങ്ങളെന്നും ആദ്യം ഒന്ന് നമുക്ക് നോക്കിയിട്ട് വരാം. അതായത് ഈ ഭാഗങ്ങൾ കൃത്യമായിട്ട് മുമ്പത്തെ 9ാം ക്ലാസ് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയിട്ട് ഈ ഉഷ്ണജല പ്രവാഹങ്ങളും ക്ഷീരജല പ്രവാഹങ്ങളും വഴി എങ്ങനെയാണ് താപനിലയിൽ വ്യത്യാസം വരുന്നത് എന്ന് നോക്കാം. സമുദ്രജല പ്രവാഹങ്ങൾ ഒരു ദിശയിൽ നിന്ന് മറ്റൊരു ദിശയിലേക്കുള്ള സമുദ്രജലത്തിൻ്റെ തുടർച്ചയായ പ്രവാഹമാണ് സമുദ്രജല പ്രവാഹം. ഉഷ്ണജല പ്രവാഹങ്ങൾ എന്നും ക്ഷീരജല പ്രവാഹങ്ങൾ എന്നും പ്രവാഹങ്ങൾ 2 തരത്തിലുണ്ട്. ഉഷ്ണമേഖലയിൽ നിന്നോ ഉപോഷ്ണ മേഖലയിൽ നിന്നോ സഞ്ചരിച്ച് ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിലേക്ക് ഒഴുകുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ഉഷ്ണജല പ്രവാഹങ്ങൾ. അതുപോലെ ധ്രുവീയ ഉപധ്രുവീയ മേഖലകളിൽ നിന്ന് ഉഷ്ണമേഖലയിലേക്കോ ഉപോഷ്ണ മേഖലയിലേക്കോ ഒഴുകിയെത്തുന്ന സമുദ്രജല പ്രവാഹങ്ങളാണ് ക്ഷീരജല പ്രവാഹങ്ങൾ. അതായത് സമുദ്രജല പ്രവാഹം എന്ന് പറഞ്ഞാൽ എന്താണ്? സമുദ്രജലത്തിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒഴുക്കിനെയാണ് നമ്മൾ സമുദ്രജല പ്രവാഹങ്ങൾ എന്ന് പറയുന്നത്. അതായത് ചൂടുള്ളതോ അല്ലെങ്കിൽ ഉഷ്ണ അല്ലെങ്കിൽ ഉപോഷ്ണ മേഖലകളിൽ നിന്ന് അല്ലേ, അങ്ങനെ പറഞ്ഞാൽ ഭൂമധ്യരേഖയിൽ നിന്ന് 66 ഡിഗ്രി വരെയുള്ള തെക്ക് വടക്ക് ദിശയിൽ നിന്ന് എവിടേക്ക് പോകുന്നു? ധ്രുവ പ്രദേശങ്ങളിലേക്ക് പോകുന്ന ജലപ്രവാഹത്തെ ഉഷ്ണജലപ്രവാഹങ്ങളെന്നും അതുപോലെ തന്നെ ധ്രുവീയ മേഖലയിൽ നിന്ന് ശൈത്യമേഖലയിൽ നിന്ന് ഉഷ്ണമേഖല ഉപോഷ്ണ മേഖലയിലേക്ക് കടന്നു വരുന്ന ജലപ്രവാഹത്തെ ഏത് പറയുന്നു? ക്ഷീരജലപ്രവാഹം എന്നും പറയുന്നു. വെരി സിമ്പിൾ. ഉഷ്ണജലപ്രവാഹം എന്ന് പറയുമ്പോൾ ആ ജലത്തിന് ചൂടായിരിക്കും. ക്ഷീരജലപ്രവാഹം എന്ന് പറയുമ്പോൾ ആ ജലത്തിന് ഒഴുകി വരുന്ന വെള്ളത്തിന് തണുപ്പായിരിക്കും ഉണ്ടാവുക. ക്ലിയർ ആയോ? ഇത്രയേ ഉള്ളൂ. പിന്നെ ഇതുപോലെ തന്നെ 9ാം ക്ലാസ്സിലെ മുമ്പത്തെ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 5 സമുദ്രവും മനുഷ്യനും എന്ന ഭാഗത്ത് കൃത്യമായിട്ട് ഇതിൻ്റെ എല്ലാം ഓരോ സമുദ്രത്തിലെയും ജലപ്രവാഹങ്ങളെയും പസഫിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണ്, അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണ്, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ജലപ്രവാഹങ്ങൾ ഏതൊക്കെയാണ് എന്നൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, നമ്മുടെ 10ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ള 2 ജലപ്രവാഹങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ 2 ജലപ്രവാഹങ്ങളും ഏത് സമുദ്രത്തിലാണ്? അറ്റ്ലാന്റിക് സമുദ്രത്തിലാണ് കാണപ്പെടുന്നത്. ഉത്തര അറ്റ്ലാന്റിക് ജലപ്രവാഹവും ലാബ്രഡോർ ജലപ്രവാഹവും. അപ്പോൾ ഉത്തര അറ്റ്ലാന്റിക് ജലപ്രവാഹം എന്ന് പറയുന്നത് ഉഷ്ണജലപ്രവാഹമാണ്. അപ്പോൾ ഉഷ്ണജലപ്രവാഹം എന്ന് പറയുന്നത് എന്താണ്? ഉഷ്ണമേഖലാ ഭാഗത്തു നിന്നും കടന്നു വരുന്ന ജലപ്രവാഹം. അപ്പോൾ ആ വെള്ളത്തിന് ചൂടായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അത് ശൈത്യമേഖലയിലേക്ക് കടക്കുമ്പോൾ നോക്കൂ, ശൈത്യമേഖലയിലേക്ക് കടക്കുമ്പോൾ ഈ ഉഷ്ണജലപ്രവാഹം ഈ വരുന്ന ചൂട് തണുപ്പ് പ്രദേശത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്, അവിടുത്തെ തണുപ്പിനെ അകറ്റുന്നു. എന്നാൽ ലാബ്രഡോർ എന്ന് പറയുന്ന ജലപ്രവാഹം എവിടെ നിന്നാണ് വരുന്നത്? ധ്രുവീയ മേഖലയിൽ നിന്ന് കടന്നു വരികയാണ്. അപ്പോൾ അത് എത്തുന്ന സ്ഥലത്ത് ചൂടിനെ സ്വാധീനിക്കുന്നുണ്ട്. എവിടേക്കാണ് എത്തിച്ചേരുന്നത്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലേക്കാണ് എത്തിച്ചേരുന്നത്. അത് ഉഷ്ണമേഖല എന്ന് പറയുമ്പോൾ 23 ഡിഗ്രി വടക്ക് തെക്ക് ഭാഗമാണ്. ഇവിടെ എന്തായിരിക്കും? ചൂടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ തണുപ്പ് മേഖലയിൽ നിന്നും വരുന്ന ജലപ്രവാഹം തണുത്ത വെള്ളം വഹിച്ചു വരുന്നു അല്ലേ. അപ്പോൾ ശീതജലപ്രവാഹം എത്തുന്ന സ്ഥലത്ത് നല്ല തണുത്ത കാലാവസ്ഥയാവും ഉണ്ടാവുക. അതുപോലെ തന്നെ ഈ ടെക്സ്റ്റ് ബുക്കിൽ ജലപ്രവാഹങ്ങളുടെ ഫലങ്ങൾ പറയുന്നുണ്ട്. ജസ്റ്റ് നോക്കി വെക്കുക. സമുദ്രതീര പ്രദേശങ്ങളിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മൂടൽമഞ്ഞ് ഉണ്ടാകുന്നുണ്ട്. ഉഷ്ണശീതജല പ്രവാഹങ്ങൾ സന്ധിക്കുന്ന പ്രദേശങ്ങളിൽ മത്സ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചോളാം, കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ നോക്കൂ, അപ്പോൾ ലാബ്രഡോർ എന്ന് പറയുന്ന ശീതജല പ്രവാഹം കടന്നു വരുന്ന കാനഡ പോലുള്ള സ്ഥലങ്ങളിൽ തണുപ്പും, അതുപോലെ തന്നെ ഉത്തര അറ്റ്ലാന്റിക് ജലപ്രവാഹം കടന്നു വരുന്ന സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് യൂറോപ്പിൻ്റെ സ്ഥലങ്ങളിൽ
പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ കൊടും തണുപ്പിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി അടുത്ത ഭാഗം നോക്കൂ. ചിത്രം 1.9 നിരീക്ഷിക്കൂ. ഇതിൽ A, B എന്നിങ്ങനെ അടയാളപ്പെടുത്തി നൽകിയിട്ടുള്ള പർവ്വത ചെരുവുകളിൽ എവിടെയായിരിക്കും സൂര്യപ്രകാശം കൂടുതലായി ലഭിക്കുക? ഭൂപ്രകൃതിക്ക് അനുസരിച്ച് ഭൂമിയിൽ ഓരോ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യതയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞില്ലേ? സൂര്യപ്രകാശ ലഭ്യതയിലെ ഈ വ്യത്യാസം സൂര്യന് അഭിമുഖമായ പർവ്വത ചെരുവുകളിൽ താരതമ്യേന താപനില കൂടുന്നതിനും വിപരീത ചെരുവുകളിൽ താപനില കുറയുന്നതിനും കാരണമാകുന്നു. അതും സിമ്പിളാണ്. സൂര്യരശ്മികൾ പതിക്കുന്ന സ്ഥലത്ത് എന്താണ്, ചൂടുണ്ടായിരിക്കും. ഓപ്പോസിറ്റ് സൈഡിൽ എന്തായിരിക്കും, ചൂട് കുറവും ആയിരിക്കും എന്ന് മനസ്സിലാക്കി വെക്കുക. ഭൗമോപരിതല താപവിതരണത്തിൽ സ്ഥലകാല വ്യത്യാസങ്ങളുണ്ടെന്നും അതിനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്നും ബോധ്യമായില്ലേ? ഭൗമോപരിതല താപവിതരണത്തിലെ സ്ഥലകാല വ്യത്യാസങ്ങൾ മറ്റു അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്ക് കാരണമാകുന്നത് എങ്ങനെ? അപ്പോൾ ഭൗമോപരിതല താപവിതരണത്തിലെ സ്ഥലകാല വ്യത്യാസങ്ങളുണ്ട്. ഏതൊക്കെയാണ്? അക്ഷാംശീയ സ്ഥാനമുണ്ട്, സമുദ്രവും ജലവും കരയും കടലും തമ്മിലുള്ള വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന സ്ഥലത്ത് ചൂട് കൂടുതലും ഓപ്പോസിറ്റ് സൈഡിൽ ചൂട് കുറവും ആയിരിക്കും. അന്തരീക്ഷ മർദ്ദവും കാറ്റുകളും. മറ്റെല്ലാ വസ്തുക്കൾക്കും എന്ന പോലെ വായുവിനും ഭാരമുണ്ട്. അന്തരീക്ഷവായു ഭൗമോപരിതലത്തിൽ ചെലുത്തുന്ന ഭാരമാണ് അന്തരീക്ഷമർദ്ദം അഥവാ അറ്റ്മോസ്ഫറിക് പ്രഷർ. അന്തരീക്ഷമർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? അന്തരീക്ഷ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷവായുവിലെ ജലാംശം. ഈ 3 ഘടകങ്ങളും എങ്ങനെയാണ് അന്തരീക്ഷമർദ്ദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്? ഇവിടെ നോക്കൂ, അന്തരീക്ഷമർദ്ദം അളക്കാനുള്ള ഉപകരണങ്ങളുടെ ചിത്രം കൊടുത്തിട്ടുണ്ട്. ബാരോമീറ്റർ. അന്തരീക്ഷമർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. മെർക്കുറി ബാരോമീറ്റർ, ആനിറോയിഡ് ബാരോമീറ്റർ തുടങ്ങി വിവിധ തരം ബാരോമീറ്ററുകളുണ്ട്. മെർക്കുറി ബാരോമീറ്ററിൽ ഭൗമോപരിതല ശരാശരി അന്തരീക്ഷമർദ്ദം 76 സെൻറ്റിമീറ്ററായി രേഖപ്പെടുത്തുന്നു. അന്തരീക്ഷമർദ്ദം രേഖപ്പെടുത്തുന്നത് സാധാരണ മില്ലിബാർ, ഹെക്ടോപാസ്കൽ എന്നീ ഏകകങ്ങളിലാണ്. ഭൗമോപരിതല ശരാശരി മർദ്ദം 1013.2 മില്ലി അഥവാ HPA ആണ്. MB അഥവാ HPA ആണ്. അതായത് മില്ലിബാറിലും ഹെക്ടോപാസ്കലിലുമാണ് ബാരോമീറ്റർ, മെർക്കുറി ബാരോമീറ്ററിൽ അന്തരീക്ഷമർദ്ദം അടയാളപ്പെടുത്തുന്നത്. ഈ ഘടകങ്ങൾ ഓരോന്നും അന്തരീക്ഷമർദ്ദത്തെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? അന്തരീക്ഷവായു ചൂട് പിടിച്ച് വികസിക്കുകയും ഭാരം കുറഞ്ഞു ഉയരുകയും ചെയ്യുന്നു. ഇപ്രകാരം ന്യൂനമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇത്തരത്തിൽ ഉയരുന്ന വായു ക്രമേണ തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്ന ഇടങ്ങളിൽ ഉച്ചമർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. അന്തരീക്ഷ വായുവിന് ചൂടുള്ള സ്ഥലങ്ങളിൽ അതിന് മുകളിൽ വായു വികസിച്ച് ഉയരുന്ന സമയത്ത് ആ ഭാഗത്ത് ലോ പ്രഷറും അതായത് ന്യൂനമർദ്ദവും, ഈ വായു താഴ്ന്നിറങ്ങുന്നത് മറ്റൊരു സ്ഥലത്തായിരിക്കും. ആ സ്ഥലത്ത് തണുത്ത കാലാവസ്ഥയായിരിക്കും അനുഭവപ്പെടുക. അവിടെ ഹൈ പ്രഷറും അനുഭവപ്പെടുന്നു അഥവാ H ഉച്ചമർദ്ദം അനുഭവപ്പെടുന്നു. ഓക്കെ, സമുദ്രനിരപ്പിൽ നിന്ന് ഉയരും തോറും അന്തരീക്ഷവാതകങ്ങളുടെ സാന്ദ്രത കുറയുന്നതിനാൽ അന്തരീക്ഷമർദ്ദം ക്രമേണ കുറഞ്ഞു വരുന്നു. ഓരോ 10 മീറ്ററിനും ഏകദേശം 1 മില്ലിബാർ എന്ന തോതിലാണ് ലംബതലത്തിൽ അന്തരീക്ഷമർദ്ദം കുറയുന്നത്. അപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഉയരും തോറും ഓരോ 10 മീറ്ററിനും എത്ര തോതിൽ മർദ്ദം കുറയുന്നു? ഓരോ മില്ലിബാർ എന്ന തോതിൽ മർദ്ദം കുറയുന്നു. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഉയരം കൂടുന്തോറും താപനില കുറയുന്നുണ്ട്. അതുപോലെ സമുദ്രനിരപ്പിൽ നിന്നും ഉയരും തോറും അന്തരീക്ഷമർദ്ദവും കുറയുന്നു. എത്ര രീതിയിലാണ് മർദ്ദം കുറയുന്നത്? 1 മില്ലിബാർ. എത്ര ഡിഗ്രി സെൽഷ്യസ് വീതമാണ് താപനില കുറയുന്നത്? 6.4 ഡിഗ്രി സെൽഷ്യസ് വീതമായിട്ട് താപനില കുറയുന്നു. ഓക്കെ, ഉയർന്ന പ്രദേശങ്ങളിലേക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ചെവിയടപ്പ് തുടങ്ങിയ അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്നത് എന്തുകൊണ്ടായിരിക്കും? കാരണം എന്താണ്? മർദ്ദം കുറവായതുകൊണ്ടാണ്. ഉയരം കൂടുന്തോറും മർദ്ദം കുറയുന്നത് കൊണ്ടാണ് നമുക്ക് അത്തരത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ ഫീൽ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ അന്തരീക്ഷവായു ചെലുത്തുന്ന കനത്ത മർദ്ദം നമുക്ക്
അനുഭവവേദ്യമാകുന്നില്ല. എന്തെന്നാൽ നമ്മുടെ ശരീരം തത്തുല്യമായ ശരീരമർദ്ദം അഥവാ പ്രതിമർദ്ദം ചെലുത്തി ഇതിനെ സന്തുലിതമാക്കുന്നു. വായുവിലെ ജലാംശം, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആർദ്രത. ആർദ്രത കൂടുമ്പോൾ നൈട്രജൻ, ഓക്സിജൻ തുടങ്ങിയ ഭാരം കൂടിയ വാതകങ്ങളുടെ സ്ഥാനത്ത് ജലതന്മാത്രകൾ ഇടം പിടിക്കുന്നു. ജലതന്മാത്രങ്ങൾക്ക് ഭാരം കുറവായതിനാൽ വരണ്ട വായുവിനെ അപേക്ഷിച്ച് ആർദ്ര വായുവിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നീരാവിയായി വെള്ളം മുകളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എന്താണ്? ആർദ്രത ഉണ്ട്, ജലാംശമുണ്ട്. ഇങ്ങനെ ആർദ്രതയുള്ള സ്ഥലത്ത് എന്തു കുറവായിരിക്കും? അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. അപ്പോൾ ആർദ്രതയും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ് ഉള്ളത്. അതുപോലെ തന്നെ ഉയരവും അന്തരീക്ഷമർദ്ദവും വിപരീത അനുപാതത്തിലാണ് ഉള്ളത്. ഓക്കെ, താപനിലയും എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണ്. അപ്പോൾ താപനില, സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അന്തരീക്ഷ വായുവിലെ ജലാംശവും അന്തരീക്ഷമർദ്ദവുമായി എങ്ങനെയാണ്? വിപരീത അനുപാതത്തിലാണ്. ഇവ മൂന്നും കൂടുന്തോറും അന്തരീക്ഷമർദ്ദം എന്ത് ചെയ്യുന്നു? കുറഞ്ഞു വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉൾപ്രദേശങ്ങളെ അപേക്ഷിച്ച് തീരപ്രദേശങ്ങളിൽ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. കാരണം എന്ത്? ഈ തീരപ്രദേശങ്ങളിൽ ചൂടുള്ളത് കൊണ്ട് തന്നെ അവിടെ നീരാവിയുടെ ജലാംശത്തിൻ്റെ അളവ് അന്തരീക്ഷത്തിൽ കൂടുതലായിരിക്കും. അതുകൊണ്ട് എന്താണ്? അവിടെ അന്തരീക്ഷമർദ്ദം കുറവായിരിക്കും. ഇളം കാറ്റുകൾ മുതൽ വിനാശകാരികളായ കൊടുംകാറ്റുകൾക്ക് വരെ കാരണമാകുന്നത് അന്തരീക്ഷമർദ്ദത്തിലെ ഏറ്റക്കുറച്ചിലുകളാണെന്നതിനാൽ സ്ഥാനീയ മർദ്ദവിതരണം സംബന്ധിച്ച് വിശകലനങ്ങൾ അത്യന്താപേക്ഷിതമാണ്. ഓരോ പ്രദേശത്തും രേഖപ്പെടുത്തുന്ന അന്തരീക്ഷമർദ്ദത്തെ ഭൂപടങ്ങളിൽ രേഖപ്പെടുത്തി ഒരേ മർദ്ദമുള്ള പ്രദേശങ്ങളെ തമ്മിൽ യോജിപ്പിച്ചുകൊണ്ട് സാങ്കല്പിക രേഖകൾ വരയ്ക്കുന്നു. ഈ സാങ്കല്പിക രേഖകളെ സമമർദ്ദരേഖകൾ എന്ന് വിളിക്കും. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഒരേ മർദ്ദമുള്ള സ്ഥലങ്ങളെ തമ്മിൽ കൂട്ടിയോജിപ്പിച്ച് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമമർദ്ദരേഖകൾ അഥവാ ഐസോബാർസ് എന്ന് പറയുന്നത്. ആഗോള മർദ്ദ വിതരണം കാണിക്കുന്ന സമമർദ്ദ രേഖാ ഭൂപടമാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതിൽ എച്ച് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉച്ചമർദ്ദ കേന്ദ്രങ്ങളെയും എൽ എന്നത് ന്യൂനമർദ്ദ കേന്ദ്രങ്ങളെയും സൂചിപ്പിക്കുന്നു. അപ്പോൾ എച്ച് ഏതൊക്കെയാണ്, എച്ച് എവിടെയൊക്കെയാണ് ഉള്ളതെന്ന് നോക്കുക. അതായത് ഉച്ചമർദ്ദ മേഖലകൾ ഏതൊക്കെയാണ്, ന്യൂനമർദ്ദ മേഖലകൾ ഏതൊക്കെയാണ് എന്ന് നോക്കൂ. ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, വടക്കേ അമേരിക്ക, തെക്കേ അമേരിക്ക, ഓസ്ട്രേലിയ, അന്റാർട്ടിക്ക. ഇതാണ് നമ്മുടെ ഭൂഖണ്ഡങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്ത ഭാഗങ്ങളും വെച്ചിട്ട് മാച്ച് ചെയ്ത് നോക്കുക. എവിടെയൊക്കെയാണ് ഉച്ചമർദ്ദ മേഖലകളും ന്യൂനമർദ്ദ മേഖലകളും എന്ന് നോക്കാം. ഏഷ്യയ്ക്ക് മുകളിൽ എന്താണ്? ഉച്ചമർദ്ദ മേഖലയാണ്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെയും സമുദ്ര തീരങ്ങളിലാണ് ഏറ്റവും കൂടുതൽ, സമുദ്രങ്ങൾക്ക് മുകളിലാണ് ഏറ്റവും മുകളിൽ ഉച്ചമർദ്ദ മേഖലകൾ കാണപ്പെടുന്നത് അല്ലേ? ഏതൊക്കെ സമുദ്രങ്ങളാണ്? ഇന്ത്യൻ മഹാസമുദ്രം, പിന്നെയോ സൗത്ത് അറ്റ്ലാന്റിക് മഹാസമുദ്രം, നോർത്ത് അറ്റ്ലാന്റിക്കിൻ്റെ ഭാഗത്ത് ഉച്ചമർദ്ദമാണ് കാണപ്പെടുന്നത്. അതിന് മുകളിൽ ന്യൂനമർദ്ദമാണ്. പസഫിക് സമുദ്രത്തിന് മുകളിൽ എന്താണ്? ഉച്ചമർദ്ദമാണ്. ഓക്കെ, താപം മർദ്ദത്തിന് വിപരീത അനുപാതത്തിലാണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഭൗമോപരിതലത്തിൽ ഏറ്റവും കുറഞ്ഞ അന്തരീക്ഷമർദ്ദം ഭൂമധ്യരേഖാ പ്രദേശങ്ങളിലും ഏറ്റവും കൂടുതൽ ധ്രുവപ്രദേശങ്ങളിലുമായിരിക്കുമല്ലോ. അതായത് മധ്യരേഖയിൽ നിന്നും ധ്രുവങ്ങൾക്ക് അഭിമുഖമായി മർദ്ദം ക്രമേണ കൂടി വരേണ്ടതുണ്ട്. എന്നാൽ അതല്ല സ്ഥിതി. ചിലയിടങ്ങളിൽ ഭൂഭ്രമണത്തിൻ്റെതായ സ്വാധീനത്താൽ മർദ്ദ സാഹചര്യങ്ങൾ വ്യത്യാസപ്പെടുന്നു. ചില പ്രത്യേക അക്ഷാംശ മേഖലകൾ കേന്ദ്രീകരിച്ച് പ്രത്യേക മർദ്ദ മേഖലകൾ രൂപപ്പെടുന്നു. ഇവയെ ആഗോള മർദ്ദ മേഖലകൾ അഥവാ ഗ്ലോബൽ പ്രഷർ ബെൽറ്റ്സ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ മർദ്ദ മേഖലകൾക്ക് അനുസൃതമായിട്ടുള്ള അക്ഷാംശ മേഖലകളെ കേന്ദ്രീകരിച്ച് വേർതിരിച്ചിരിക്കുന്നതിന് നമ്മൾ എന്തു പറയുന്നു? ആഗോള മർദ്ദ മേഖലകൾ എന്ന് പറയുന്നു. ഇതൊന്ന് ഓർത്ത് വയ്ക്കാം. ഓക്കെ.
ഇനി ആഗോള മർദ്ദ മേഖലകൾ. ഭൂമധ്യരേഖാ പ്രദേശത്തെ ഉയർന്ന താപനില കാരണം വായു ചൂടായി വികസിച്ചുയരുന്നതാണ് ഭൂമധ്യരേഖ ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളാൻ കാരണം. ഇക്വറ്റോറിയൽ ലോ പ്രഷർ ബെൽറ്റ്. ലംബദിശയിൽ വായുപ്രവാഹം ഉണ്ടാകുന്ന ഈ മേഖലയിൽ കാറ്റുകൾ വീശുന്നില്ല. കാറ്റുകൾ ഇല്ലാത്ത മേഖല എന്ന അർത്ഥത്തിൽ ഈ മർദ്ദമേഖലയെ നിർവാത മേഖല, ഡോൾഡ്രം എന്ന് വിളിക്കുന്നു. മധ്യരേഖയിലേതിന് വിപരീത അന്തരീക്ഷ സാഹചര്യങ്ങളാണല്ലോ ധ്രുവങ്ങളിലുള്ളത്. വായു തണുത്ത് സങ്കോചിച്ച് താഴ്ന്നിറങ്ങുന്നതിനാലാണ് ധ്രുവീയ ഉച്ചമർദ്ദ മേഖലകൾ, പോളാർ ഹൈ പ്രഷർ ബെൽറ്റ്സ് രൂപപ്പെടുന്നത്. മധ്യരേഖാ പ്രദേശത്തു നിന്നും വികസിച്ചുയരുന്ന വായു ഉയർന്ന വിധാനത്തിൽ ധ്രുവങ്ങൾക്കഭിമുഖമായി കാറ്റായി വീശുകയും ക്രമേണ തണുത്ത് 30 ഡിഗ്രി തെക്ക് 30 ഡിഗ്രി വടക്ക് അക്ഷാംശ മേഖലകളിൽ താഴ്ന്നിറങ്ങുകയും ചെയ്യുന്നതിനാൽ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലകൾ, സബ് ട്രോപ്പിക്കൽ ഹൈ പ്രഷർ ബെൽറ്റ്സ് രൂപപ്പെടുന്നു. ഏതാണ്ട് 60 ഡിഗ്രി തെക്കും 60 ഡിഗ്രി വടക്കും അക്ഷാംശ മേഖലകളിൽ പൊതുവെ താപനില കുറവായതിനാൽ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് രൂപപ്പെടേണ്ടത്. എന്നാൽ ഭൂഭ്രമണത്തിൻ്റെ സ്വാധീന ശക്തിയാൽ ഈ മേഖലയിൽ വായു വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നതിനാൽ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ അഥവാ സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ് രൂപപ്പെടുന്നു. ഓക്കെ, നമുക്കിവിടെ നോക്കാനുള്ളത് നമ്മുടെ ആഗോള മർദ്ദ മേഖലകൾ ഏതൊക്കെയാണ് അല്ലേ? നോക്കൂ, 0 ഡിഗ്രി രേഖാംശരേഖ, മധ്യരേഖ, ന്യൂനമർദ്ദ മേഖല. ഇവിടെ സൂര്യൻ ലംബമായി പതിക്കുന്നതിനാൽ അല്ലേ, നേരിട്ട് പതിക്കുന്നതിനാൽ നല്ല ചൂട് ലഭിക്കും. അതുകൊണ്ട് ഇവിടെ എന്തുണ്ടാവില്ല? അന്തരീക്ഷമർദ്ദം തീരെ ഉണ്ടാവില്ല. അതായത് ഇവിടെ കാറ്റുണ്ടാവില്ല. അതുകൊണ്ട് ഈ മേഖല ഏതു പേരിൽ അറിയപ്പെടുന്നു? നിർവാത മേഖല എന്ന് അറിയപ്പെടുന്നു. ഓക്കെ, ഏത് പേരിൽ അറിയപ്പെടുന്നു? നിർവാത മേഖല എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല 30 ഡിഗ്രി വടക്ക് 30 ഡിഗ്രി തെക്ക്. അപ്പോൾ നമുക്കറിയാം, ഉച്ചമർദ്ദം ഉണ്ടാവുക എന്ന് പറയുമ്പം അവിടെ എന്താണ്? നല്ല ചൂട് കുറവായിരിക്കും അല്ലെ, ചൂടുണ്ടാവില്ല. അപ്പോൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖല എങ്ങനെയായിരിക്കും? ഇവിടെ നിന്ന് ഉയരുന്ന വായു ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ്? ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിലേക്ക് എത്തുന്ന സമയത്ത് വായു ഇവിടെ ഈ മധ്യരേഖ ന്യൂനമർദ്ദ മേഖലയിൽ നിന്നും വീശുന്ന വായു എന്ത് ചെയ്യാണ്? തണുത്തുറഞ്ഞ് എവിടേക്ക് എത്തുന്നു? ഇവിടേക്ക് പതിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുന്ന വായു താഴ്ന്നിറങ്ങുന്നത് കൊണ്ട് ഇവയ്ക്ക് എന്തനുഭവപ്പെടുന്നു? ഇവിടെ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയായി അനുഭവപ്പെടുന്നു. മധ്യരേഖയിൽ നിന്നും ഉയരുന്ന വായു താഴ്ന്നിറങ്ങുന്നത് കൊണ്ട് 30 ഡിഗ്രി വടക്ക് തെക്ക് ഭാഗങ്ങൾ ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയായി അറിയപ്പെടുന്നു. ഇനി നമുക്ക് പറയാനുള്ളത് 90 ഡിഗ്രി വടക്ക് തെക്ക് ശ്രദ്ധിക്കുക. അവിടെ എന്താണ്? നല്ല തണുപ്പായിരിക്കും ഉണ്ടാവുക. ധ്രുവങ്ങളിൽ നല്ല രീതിയിൽ മഞ്ഞുണ്ടായിരിക്കും. അവിടെ അതിൻ്റെ മുകളിലായിട്ട് എന്തനുഭവപ്പെടുന്നു? ഉച്ചമർദ്ദ മേഖലയാണ് അനുഭവപ്പെടുന്നത്. അപ്പോൾ 90 ഡിഗ്രി വടക്ക് തെക്ക് ധ്രുവീയ ഉച്ചമർദ്ദ മേഖല. ഇനി നമുക്കിവിടെ നോക്കാനുള്ളത് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖല 60 ഡിഗ്രി വടക്ക് 60 ഡിഗ്രി തെക്ക്. ഇവിടെ നിന്നും വായു ആകാശത്തേക്ക് ഉയർത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് 60 ഡിഗ്രി വടക്ക് തെക്ക് എന്തായി അനുഭവപ്പെടുന്നു? വടക്ക് തെക്ക് ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലയായി അറിയപ്പെടുന്നു. നോക്കൂ, അക്ഷാംശ മേഖലകളിൽ പൊതുവെ താപനില കുറവായതിനാൽ ഉച്ചമർദ്ദ സാഹചര്യങ്ങളാണ് രൂപപ്പെടേണ്ടത്. എന്നാൽ ഭൂഭ്രമണത്തിന്റെ സ്വാധീന ശക്തിയാൽ ഈ മേഖലയിൽ വായു എന്ത് ചെയ്യാണ്? വൻതോതിൽ ആകാശത്തേക്ക് ഉയർത്തപ്പെടുന്നു. അതുകൊണ്ട് ഈ ഭാഗം ഏതു പേരിൽ അറിയപ്പെടുന്നു? സബ് പോളാർ ലോ പ്രഷർ ബെൽറ്റ്സ് അഥവാ ഉപധ്രുവീയ ന്യൂനമർദ്ദ മേഖലകൾ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് സിമ്പിളായിട്ട് നമുക്ക് നോക്കാം. ഒരു ന്യൂനമർദ്ദ മേഖല,
ഇവിടുന്ന് ഉച്ചമർദ്ദ മേഖല, ന്യൂനമർദ്ദ മേഖല, ഉച്ചമർദ്ദ മേഖല. സെയിം ഒരു ഭാഗത്തുള്ളത് മാത്രം പഠിച്ചാൽ മതി വടക്ക്. പിന്നെ തെക്കുള്ളത് നമ്മൾ അതുപോലെ എഴുതുന്നു. പിന്നെ 0 ഡിഗ്രി, 30, 60, 90 വടക്ക് തെക്ക് മാത്രം നിങ്ങൾ തിരിച്ചാൽ മതി. മുകളിലേക്ക് എപ്പോഴും എന്തായിരിക്കും വടക്കും, താഴത്തേക്ക് എപ്പോഴും എന്തായിരിക്കും തെക്കും ആയിരിക്കും. ഇവിടെ ഒരു ബന്ധം മാത്രം മനസ്സിലാക്കിയാൽ മതി. ചൂട് നല്ല ഉണ്ടെങ്കിൽ ന്യൂനമർദ്ദമായിരിക്കും, ചൂട് ഇല്ല എങ്കിൽ അവിടെ എന്തായിരിക്കും? ഉച്ചമർദ്ദം ആയിരിക്കും. ഓക്കെ, ക്ലിയർ? സൂര്യൻ്റെ അയനത്തിനനുസരിച്ച് താപസാഹചര്യങ്ങൾ മാറുന്നതിനാൽ ആഗോളമർദ്ദ മേഖലകൾക്ക് ആപേക്ഷിക സ്ഥാനമാറ്റം ഉണ്ടാകുന്നു. ഉഷ്ണകാലത്ത് മർദ്ദമേഖലകൾ 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ വടക്കോട്ടും ശൈത്യകാലത്ത് 5 ഡിഗ്രി മുതൽ 10 ഡിഗ്രി വരെ തെക്കോട്ടും നീങ്ങുന്നു. ആഗോള മർദ്ദമേഖലകൾക്കുണ്ടാകുന്ന ഈ സ്ഥാനമാറ്റം ആഗോള കാലാവസ്ഥയിൽ നിർണായക സ്വാധീനം ചെലുത്തുന്നു. അന്തരീക്ഷത്തിലെ മർദ്ദവ്യത്യാസങ്ങൾ നമുക്ക് ഏറ്റവും അനുഭവവേദ്യമാകുന്നത് വായുചലനങ്ങളിലൂടെയാണ്. അന്തരീക്ഷത്തിൽ 2 തരത്തിലുള്ള വായുചലനങ്ങളാണ് ഉണ്ടാകുന്നത്. ലംബദിശയിലുണ്ടാകുന്ന വായുവിൻ്റെ ചലനങ്ങളെ വായുപ്രവാഹങ്ങൾ അഥവാ എയർ കറന്റ് എന്നും, തിരശ്ചീന ദിശയിൽ ഉച്ചമർദ്ദ പ്രദേശത്തു നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലേക്കുള്ള വായുവിൻ്റെ ചലനത്തെ കാറ്റ്, വിൻഡ് എന്നും വിളിക്കുന്നു. ഉച്ചമർദ്ദ പ്രദേശങ്ങളിൽ നിന്നും ന്യൂനമർദ്ദ പ്രദേശങ്ങളിലുള്ള വായുവിൻ്റെ തിരശ്ചീന ചലനത്തെ എന്തു വിളിക്കുന്നു? കാറ്റ് എന്നും. ലംബദിശയിലുണ്ടാവുന്ന വായുവിൻ്റെ ചലനങ്ങളെ വായുപ്രവാഹങ്ങൾ എന്നും വിളിക്കുന്നു. ഇലകൾ ഇളകിയാൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന ഇളം കാറ്റുകൾ മുതൽ സർവനാശം വിതയ്ക്കുന്ന കൊടും കാറ്റുകൾ വരെ കാറ്റുകൾ വിവിധ തരത്തിലുണ്ട്. എവിടെ നിന്ന് വീശുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാറ്റുകൾക്ക് പേര് നൽകാറുള്ളത്. ഉദാഹരണമായി തെക്കു പടിഞ്ഞാറ് ദിശയിൽ നിന്നും വീശുന്ന കാറ്റുകളെ തെക്കു പടിഞ്ഞാറൻ കാറ്റുകളെന്നും, കടലിൽ നിന്നും കരയിലേക്കുള്ള കാറ്റുകളെ കടൽ കാറ്റെന്നും വിളിക്കുന്നു. അതായത് തുടക്കം എവിടെയാണോ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? കാറ്റിന് പേര് നൽകുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കാറ്റിൻ്റെ ദിശയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാന ഘടകം കോറിയോലിസ് ബലമാണ്. കോറിയോലിസ് ബലത്തെ പറ്റി നിങ്ങൾ മുൻ ക്ലാസ്സിൽ പഠിച്ചല്ലോ. എന്താണ് കോറിയോലിസ് ബലം? 10ാം ക്ലാസ്സിൻ്റെ ചാപ്റ്റർ 2 കോറിയോലിസ് ബലം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൗമോപരിതലത്തിൽ സ്വതന്ത്രമായി ചലിക്കുന്ന വസ്തുക്കൾക്ക് ഭ്രമണം നിമിത്തം ഉത്തരാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടും വ്യതിചലനമുണ്ടാകുന്നു. ഇതിന് കാരണമാകുന്ന ബലത്തെ കോറിയോലിസ് ബലം എന്ന് വിളിക്കുന്നു. മധ്യരേഖാ പ്രദേശത്ത് നിന്ന് ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും കോറിയോലിസ് ബലം വർദ്ധിക്കുന്നു. കോറിയോലിസ് ബലത്തിൻ്റെ പ്രഭാവത്താൽ ഉത്തരാർദ്ധഗോളത്തിൽ കാറ്റുകൾ സഞ്ചാരദിശയ്ക്ക് വലതുവശത്തേക്കും ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടതുവശത്തേക്കും വ്യതിചലിക്കുമെന്ന് അഡ്മിറൽ ഫെറൽ എന്ന ശാസ്ത്രജ്ഞൻ കണ്ടെത്തുകയുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവതരിപ്പിച്ച നിയമത്തെ ഫെറൽ നിയമം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഭൂമിയുടെ ഭ്രമണം നിമിത്തം എന്ത് ചെയ്യാണ്? ഉത്തരാർദ്ധഗോളത്തിൽ വടക്ക് ദിശയിൽ സഞ്ചാരദിശയ്ക്ക് വലത്തോട്ടും തെക്ക് ദക്ഷിണാർദ്ധഗോളത്തിൽ സഞ്ചാരദിശയ്ക്ക് ഇടത്തോട്ടുമാണ് വ്യതിചലനം ഉണ്ടാകുന്നത്. ഇതിനെ എന്തു പറയുന്നു? കോറിയോലിസ് ബലം എന്ന് പറയുന്നു. കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയും പ്രധാനമായും 2 കാര്യങ്ങളാണ് സ്വാധീനിക്കുന്നത്. മർദ്ദച്ചരിവ് ബലം, പ്രഷർ ഗ്രേഡിയൻറ്റ് ഫോഴ്സും, ഘർഷണബലം, ഫ്രിക്ഷണൽ ഫോഴ്സുമാണ് കാറ്റിൻ്റെ വേഗതയെയും ശക്തിയെയും സ്വാധീനിക്കുന്നത്. ഓക്കെ, ഇവിടെ കോറിയോലിസ് ബലം ചിത്രീകരിച്ചിട്ടുണ്ട്. സഞ്ചാരദിശയ്ക്ക് വലതുഭാഗത്തേക്കാണ് ഉത്തരാർദ്ധഗോളത്തിൽ, മുകളിൽ വലതു ദിശയ്ക്കും താഴെ ഇടതുവശത്തേക്കുമാണ് കാറ്റിൻ്റെ സഞ്ചാരം ഉണ്ടായിരിക്കുക. തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൻ്റെ അളവിലുണ്ടാകുന്ന വ്യത്യാസമാണ് മർദ്ദച്ചെരിവ്. മർദ്ദവ്യത്യാസം മൂലം ഉച്ചമർദ്ദ മേഖലകളിൽ നിന്നും ന്യൂനമർദ്ദ മേഖലകളിലേക്ക് വായുവിൻ്റെ ചലനം സാധ്യമാക്കുന്ന ബലമാണ് മർദ്ദച്ചെരിവ് ബലം. അടുത്തടുത്ത സ്ഥലങ്ങൾ തമ്മിൽ കാര്യമായ മർദ്ദവ്യത്യാസമാണുള്ളതെങ്കിൽ മർദ്ദച്ചെരിവ് കൂടുതലെന്നും, തിരശ്ചീന തലത്തിൽ മർദ്ദത്തിൽ കാര്യമായ വ്യത്യാസമില്ലെങ്കിൽ മർദ്ദച്ചെരിവ് കുറവെന്നും കണക്കാക്കുന്നു. മർദ്ദച്ചെരിവ് കൂടിയ ഇടങ്ങളിൽ കാറ്റ് ശക്തമായിരിക്കും.
അപ്പോൾ 2 ചിത്രങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലേതിലായിരിക്കും മർദ്ദച്ചെരിവ് കൂടുതൽ, അതുപോലെ തന്നെ കാറ്റിൻ്റെ വേഗത കൂടുതൽ ഉണ്ടായിരിക്കുക? കുന്നുകൾ, മലകൾ, വനങ്ങൾ, മനുഷ്യനിർമ്മിതികൾ തുടങ്ങിയവ ഉയർത്തുന്ന ഘർഷണം അഥവാ ഫ്രിക്ഷൻ കാറ്റിൻ്റെ സുഗമ സഞ്ചാരത്തെ തടസ്സപ്പെടുത്തുന്നു. അതായത് തടസ്സങ്ങൾ, അതായത് മർദ്ദച്ചെരിവ് കൂടുതലുള്ള ഭാഗത്ത് എന്തായിരിക്കും? മർദ്ദച്ചെരിവ് കൂടുതലുള്ള ഭാഗത്ത് കാറ്റിൻ്റെ വേഗത കൂടുതലായിരിക്കും. അതുപോലെ തന്നെ ഘർഷണം, എന്താ പറയുക, തടസ്സങ്ങളിൽ കുന്നുകൾ, മലകൾ, വനങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് എന്തായിരിക്കും? കാറ്റിൻ്റെ വേഗത ശക്തിയും കുറവായിരിക്കും എന്നും മനസ്സിലാക്കി വെക്കുക. ഇനി അനിമോമീറ്ററും വിൻഡ് വെയിനും. കാറ്റിൻ്റെ വേഗത അളക്കുന്ന ഉപകരണമാണ് അനിമോമീറ്റർ. വേഗത അളക്കുന്നതിന് അനിമോമീറ്റർ. മണിക്കൂറിൽ എത്ര കിലോമീറ്റർ വേഗതയിലാണ് കാറ്റ് വീശുന്നത് എന്ന് അനിമോമീറ്റർ വഴി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. വിൻഡ് വെയിൻ എന്ന് പറയുന്നത് കാറ്റിൻ്റെ ദിശ സൂചിപ്പിക്കുന്ന ഉപകരണമാണ് വിൻഡ് വെയിനും. ഇനി നമുക്ക് വിവിധതരം കാറ്റുകൾ, വർഷണം, മേഘരൂപീകരണം, വിവിധ മേഘങ്ങൾ എല്ലാം നോക്കാനുണ്ട്. അത് അടുത്ത ക്ലാസ്സായിട്ട് അപ്ലോഡ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.